ഈ കേന്ദ്ര സർക്കാരിൻ്റെ കരിമണൽ നിയമത്തിനെതിരെ അതിശക്തമായി സമരമായിട്ട് മുന്നോട്ട് പോകാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുകയാണ്. അതിൽ ബോട്ട് ഓണേഴ്സ്, ബോട്ട് തൊഴിലാളികൾ, മത്സ്യ കച്ചവടക്കാർ, വിവിധ പാർട്ടികൾ എല്ലാം ഉൾപ്പെട്ടുകൊണ്ടുള്ള അതിവിപുലമായ നല്ലൊരു സമരം നടത്താൻ വേണ്ടി തീരുമാനിച്ചിരിക്കുകയാണ്. കാരണം ഇതിൻ്റെ സൂചനയാണ് ആലപ്പുഴയിൽ കരിമണൽ കേന്ദ്രങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവിടെ എത്ര വീടുകളെല്ലാം അവിടെ നിന്ന് മാറ്റി പാർപ്പിച്ച് വീടുകളില്ലാതെ അവിടെ ബുദ്ധിമുട്ടി നടക്കുന്ന കുറേ കാര്യങ്ങളൊക്കെ നമ്മൾ കാണാൻ സാധിച്ചതാണ്. ആ ഗതികേടാണ് നമുക്കും വരാൻ പോകുന്നത്. അത് ഒരിക്കലും തന്നെ സംഭവിച്ചു കൊടുക്കാൻ പറ്റാത്ത രീതിയാണ്. അതിനുവേണ്ടി 25-ാം തീയതി 8 മണിക്ക് ഞങ്ങൾ അവിടെ മനുഷ്യചങ്ങല തീർക്കാണ്. പിന്നെ അതിനോടനുബന്ധിച്ചുള്ള സമരവും കാര്യങ്ങളൊക്കെ ഞങ്ങൾ ചെയ്യാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ഒരു ഘട്ടം തീർന്നില്ലെങ്കിൽ ഇനിയും അത് വിപുലമായി വീണ്ടും ഞങ്ങൾ ചെയ്യാൻ വേണ്ടി തയ്യാറാണ് എന്ന് സംസാരിച്ചുകൊണ്ട് പവൻ ഗോൾഡ് തിരൂർ എന്നും എപ്പോഴും കൂടെയുണ്ടെന്ന വിശ്വാസം. ബാസിത് വെഡിംഗ് മോൾ, ബാസിത് ആർക്കേഡ്, പൂങ്കോട്ടുകുളം, തിരൂർ. നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും. നിങ്ങളുടെ ഫിൽറ്റർ ഏതുമാകട്ടെ, മികച്ച ടെക്നീഷ്യന്മാരുടെ ഉത്തരവാദിത്തത്തോടെ ജിഗാർഡ് സർവീസ് ചെയ്തു കൊടുക്കുന്നു. അലങ്കാന സമീപം സിവി റോഡ്, പൊന്നാനി. ഈ മാസം 27-ാം തീയതിയാണ്, ഫെബ്രുവരി 27-ാം തീയതിയാണ് കേരളത്തിൻ്റെ കൊല്ലം ജില്ല തൊട്ട് കാസർഗോഡ് വരെ വിവിധ എല്ലാ ട്രേഡ് യൂണിയൻ നേതാക്കളും അവിടുത്തെ മത്സ്യത്തൊഴിലാളി സംഘടനകളും എല്ലാവരും കൂടി ഒരുമിച്ചുകൊണ്ട് തീരദേശ ഹർത്താൽ നടത്താൻ തീരുമാനിച്ചിരിക്കുകയാണ്. തീരദേശത്തുള്ള ബോട്ടുകൾ പണി നിർത്തിയും വെള്ളങ്ങൾ പണി നിർത്തിയും കച്ചവടക്കാർ പണി നിർത്തിക്കൊണ്ടും മാർക്കറ്റുകൾ അടച്ചുകൊണ്ടും എല്ലാവരും തീരദേശ മേഖല ഒന്നടങ്ങിയ സമരത്തിലേക്ക് ഇറങ്ങണം. കാരണം നമ്മളിപ്പോൾ കടലിലേക്ക് പണിക്ക് പോകുന്ന ബോട്ടുകൾക്കോ വെള്ളങ്ങൾക്കോ പണിയെടുക്കാൻ പറ്റാത്തൊരു സാഹചര്യമാണ് ഇനി വരാൻ പോകുന്നത്. കരിമണൽ ഖനനവുമായി ബന്ധപ്പെട്ടിട്ട് ശാസ്ത്രജ്ഞന്മാർ പോലും പറഞ്ഞത് അതെടുത്തു കഴിഞ്ഞാൽ ഈ തീരദേശ മേഖലയിൽ മത്സ്യങ്ങൾ പോലും ഉണ്ടാകാൻ സാധ്യത കുറവാണ്. അപ്പോൾ നമ്മളൊന്നും പണിക്ക് കരയിലും കടലിലും ലക്ഷക്കണക്കിന് ആളുകൾ തൊഴിലെടുക്കുന്ന ഈ തൊഴിൽ മേഖല നഷ്ടപ്പെടാൻ പോവുകയാണ്. അപ്പോൾ അതിനെതിരെയാണ് നമ്മൾ സമരം ചെയ്യാൻ പോകുന്നത്. അപ്പോൾ പൊന്നാനിൽ തന്നെ ഏകദേശം പൊന്നാനി ഹാർബർ തൊട്ട് പുതുവന്നാനി വരെ മത്സ്യച്ചങ്ങല തീർക്കാനുള്ള തീരുമാനത്തിലാണ്. കാരണം ബോട്ടുകൾ കയറിയും വെള്ളങ്ങളും ഈ മേഖലയിൽ തൊഴിലെടുക്കുന്ന മുഴുവൻ ആളുകൾ വന്ന് പണി മുടക്കിക്കൊണ്ടാണ് ലക്ഷങ്ങളുടെ കോടിക്കണക്കിന് ഉറുപ്പിൻ്റെ നഷ്ടമാണ് ഒരൊറ്റ ദിവസം കൊണ്ട് തീരദേശ മേഖലയിൽ ഉണ്ടാകാൻ പോകുന്നത്. അപ്പോൾ അത്തരത്തിലേക്ക് സമരത്തിലേക്ക് ഞങ്ങൾ പോകുന്നതെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഇനിയുള്ള കാലത്ത് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. കാരണം കടൽ കുത്തക മുതലാളിമാർക്ക് തീരെഴുതി കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. കോടിക്കണക്കിന് അദാനിക്കും അംബാനിക്കും കടലിൽ തീരെഴുതി കൊടുക്കുകയാണ്. അപ്പോൾ സാധാരണക്കാരായ മത്സ്യത്തൊഴിലാളികൾക്ക് കടലിൽ പണിയെടുക്കാൻ പറ്റാത്ത അവസ്ഥയ്ക്കാണ് പോണത്. ഇപ്പോൾ കബീർ പറഞ്ഞ മാതിരി ഈ കടലിൽ പണിയെടുക്കുന്ന ആളുകൾക്ക് മാത്രമല്ല കരയുള്ള വീടുകൾ പോലും നഷ്ടപ്പെടുന്ന അവസ്ഥയ്ക്കാണ് ഈ ഖനനം പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഒരു ദിവസം നിശ്ചലമാക്കിക്കൊണ്ട് കടലും കരയും നിശ്ചലമാക്കിക്കൊണ്ട് ഞങ്ങൾ മത്സ്യത്തൊഴിലാളികൾ ഒന്നടങ്ങാൻ മത്സ്യചങ്ങല തീർക്കാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുകയാണ്. പൊന്നാനി മേഖലയിൽ CBSE ബോർഡിന് കീഴിലുള്ള ഏക വിദ്യാഭ്യാസ സ്ഥാപനമാണ് ഹിലാൽ പബ്ലിക് സ്കൂൾ. 10 വരെയുള്ള എല്ലാ ക്ലാസുകളിലും CBSE NCERT സിലബസ് പിന്തുടരുന്ന ഹിലാൽ പബ്ലിക് സ്കൂൾ 6 വരെയുള്ള ക്ലാസുകളിൽ ഇന്റർനാഷണൽ മോണ്ടിസോറി രീതിയിലാണ് പഠനം സാധ്യമാക്കുന്നത്. മെറ്റീരിയലുകൾ ഉപയോഗിച്ചുകൊണ്ടുള്ള ലേണിംഗ് ബൈ ഡൂയിങ് പഠനമാണ് മോണ്ടിസോറിയുടെ പ്രത്യേകത. പ്രൊഫഷണൽ ക്വാളിഫിക്കേഷനോട് കൂടിയ അധ്യാപകരുടെ പരിശീലനം കുട്ടികളെ കൂടുതൽ മിടുക്കരാക്കുന്നു. IT ലാബ്, സയൻസ് ലാബ്, മാത്സ് ലാബ്, ഡിജിറ്റൽ ക്ലാസ് റൂം, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ലാബ്, കൗൺസിലിംഗ് ലാബ്, ഫസ്റ്റ് എയ്ഡ് റൂം, വിശാലമായ ലൈബ്രറി, ഓഡിറ്റോറിയം, പാർക്ക് എന്നിവയും ഹിലാലിന്റെ സവിശേഷതകൾ തന്നെ. വിദ്യാർത്ഥികളിലെ പഠന സംബന്ധവും വ്യക്തിപരവുമായിട്ടുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനായി ചൈൽഡ് സൈക്കോളജി കൗൺസിലിംഗും സ്കൂളിൽ ഒരുക്കിയിരിക്കുന്നു. കുട്ടികളുടെ കലാകായികക്ഷമത ഉറപ്പുവരുത്തുന്നതിനായി മികച്ച അധ്യാപകരുടെ കീഴിൽ സ്പോർട്സ്, ഡാൻസ്, മ്യൂസിക്, യോഗ, തൈക്കോണ്ട എന്നിവ പരിശീലിപ്പിക്കുന്നു. സമസ്ത ബോർഡിന് കീഴിലുള്ള മദ്രസയാണ് സ്കൂളിൽ മതപഠനത്തിനായി നൽകുന്നത്. വിദ്യാഭ്യാസ നയത്തിൽ നൂതന മാറ്റങ്ങൾ വരുത്തിക്കൊണ്ടുള്ള ഹിലാൽ പബ്ലിക് സ്കൂളിലെ പ്രവർത്തനങ്ങൾ വിദ്യാർത്ഥികളുടെ വിദ്യാഭ്യാസപരവും വ്യക്തിത്വപരവുമായിട്ടുള്ള ഉയർച്ചയ്ക്ക് ഉറപ്പുതരുന്നു. ഹിലാൽ പബ്ലിക് സ്കൂൾ, പൊന്നാനി. തീരക്കടൽ മണൽ ഖനനവുമായി ബന്ധപ്പെട്ടാണ് ഈ വരുന്ന 25-ാം തീയതി സമരപ്രഖ്യാപനവുമായിട്ട് ഓൾ കേരള ബോട്ട് ഓണേഴ്സ് അസോസിയേഷനും വെൽഫെയർ ആൻഡ് ഓപ്പറേറ്റേഴ്സും മത്സ്യക്കച്ചവട സംഘടനകളും
എല്ലാ രാഷ്ട്രീയ പാർട്ടിൻ്റെ സപ്പോർട്ടോട് കൂടിയിട്ട് അതുപോലെ വ്യാപാരി വ്യവസായികൾ, പിന്നെ അനുബന്ധ തൊഴിലാളികൾ, ആപ്പത്തൊഴിലാളികൾ, അർബൻ അനുബന്ധ തൊഴിലാളി സംഘടനകളെല്ലാം ഒറ്റക്കെട്ടായിക്കൊണ്ട് ഒത്തൊരുമിച്ചുകൊണ്ട് ഈ വരുന്ന 27-ാം തീയതിയാണ് സമരമായി മനുഷ്യശൃംഖല തീർക്കുന്നത്. ഇതെന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വരുന്നത് വൻ ആപത്താണ്, നമ്മൾ നാടിനെ മുടിപ്പിക്കുന്ന ഒരു ആപത്താണ് വരുന്നത് കേരളക്കാരെ. ഇപ്പം കഴിഞ്ഞ ബജറ്റിൽ ധനകാര്യമന്ത്രി ചൂണ്ടിക്കാട്ടി വേൾഡിൽ തന്നെ ഇന്ത്യ രാജ്യം മത്സ്യ കയറ്റുമതിയിൽ 2ാം സ്ഥാനത്താണ്. ഈ 2ാം സ്ഥാനം ഈ ചെയ്യുന്ന കാര്യമായി വന്നു കഴിഞ്ഞാൽ നമ്മൾ എവിടേക്ക് പോകും? 2ാം സ്ഥാനം നമുക്ക് കിട്ടുമോ? ഇല്ല. നമ്മൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ താഴ്ത്താൻ പോകും, താഴത്തോട്ട് പോകും. ഒന്ന്. രണ്ടാമത്തേതിനാൽ മത്സ്യം മാത്രമല്ല നമുക്ക് പ്രശ്നം വരുത്തുന്നത്, മത്സ്യം ഓൾറെഡി ഉണ്ടാവുകയില്ല. കാരണം ആ മണ്ണെടുത്ത് കഴിഞ്ഞാൽ, തീരക്കടൽ മണ്ണെടുത്ത് കഴിഞ്ഞാൽ 2.5 കിലോമീറ്റർ താത്തി ആധുനിക രീതിയിലുള്ള പൈപ്പുകൾ ഉപയോഗിച്ചിട്ട് മണ്ണെടുക്കുകയും അതിനോട് സംബന്ധിച്ചിട്ട് പിൻവരുന്ന മൺസൂൺ കാലഘട്ടങ്ങളിൽ കുത്തി കയറും കരയിലേക്ക് വെള്ളം. ഈ കടലാക്രമണം അവരിക്കൽ ഇനി വരാൻ പോകുന്നത് ആ ദേശത്ത് താമസിക്കുന്ന ഏകദേശം 1 കിലോമീറ്ററോളം വീതിയിൽ അങ്ങ് തൊട്ട് ഇവിടുന്ന് കാസർഗോഡ് വിട്ടിട്ട് അങ്ങ് പെരുന്തറ വരെ അങ്ങോട്ട് അറ്റം വരുന്നതും വീടുകളും സ്ഥലങ്ങളും നമ്മുടെ സമ്പത്തൊക്കെ നഷ്ടപ്പെടാൻ പോവുകയാണ്. അപ്പോൾ ഇത് നമ്മൾ കണ്ടില്ല എന്നടിച്ചിട്ട് നമ്മൾ ഗവൺമെൻറ്റോട് തള്ളി വിടാൻ പറ്റിയൊരു വിഷയമല്ല. നമ്മളിതിൻ്റെ ഏത് രീതിയിലാണെങ്കിലും ഇത് കേന്ദ്ര സർക്കാരിന് തിരുത്താൻ വേണ്ടിയിട്ട് നമ്മൾ ഒത്തൊരുമിച്ച് ഇതിന് മുന്നിട്ട് ഇറങ്ങാണ്. ഇത് ഫസ്റ്റ് തുടക്കം എന്ന നിലക്കാണ് ഈ സമരമായി മുന്നോട്ട് വരുന്നത്. ഇത് സൂചന മാത്രമാണ്. ഇതിൽ പിന്തിരിട്ടില്ലെങ്കിൽ പിന്നീട് ഇതിൻ്റെ ശക്തമായ പ്രക്ഷോഭങ്ങളും സമരങ്ങളും നേരിടേണ്ടി വരും. കാരണം നാടിനാപത്താണ്, സമ്പത്തിനാപത്താണ്, നമ്മൾ മേഖലക്കാപത്താണ്, ആവാസ വ്യവസ്ഥ, കടലിൻ്റെ ആവാസ വ്യവസ്ഥയെ പോലും ഇത് ബാധിക്കും. കാരണം ഇപ്പം നമ്മൾ ഈ കുന്നുകളിടിച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ പിന്നെ അനധികൃതമായിട്ടും മണലെടുത്ത് കഴിഞ്ഞാൽ എന്തുണ്ടാവില്ല പറഞ്ഞേക്കാം, പ്രകൃതി ശോഭിക്കും. എന്ന പോലത്തെ കടലിനെ നമ്മൾ വേദനിപ്പിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ അടുത്തിട്ട് ഇറക്കി കഴിഞ്ഞാൽ കാലുമേ മണ്ണും ചെളിയിൽ വാരേണ്ടത്. അത് പിന്നെ നമ്മൾ ചെയ്യാൻ പോകുന്നത് അതിലും ഗംഭീരമായിട്ടായിരിക്കും നമ്മളെ നിർവഹിക്കാൻ പോകുന്നത്. മനുഷ്യരാശിക്ക് പോലും ആപത്താണ് ഈ വരാൻ പോകുന്ന സംഭവം. ഇവർ കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്ന സംഭവം. അതുകൊണ്ട് ടെൻഡർ എടുക്കാതെ, ഒരു വിഷയത്തെ പറ്റിയിട്ട് പഠിക്കാതെ ഈ വിഷയം ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിന് എന്ത് ആപത്ത് വരലുണ്ടോ, എന്തെങ്കിലും ഇതിനോടുള്ള പ്രയാസങ്ങൾ വരലുണ്ടോ, ഒന്നും അന്വേഷിക്കാതെ പഠിക്കാതെ വിഷയങ്ങൾ പഠിക്കാതാണ് ഇത് നടപ്പിലാക്കാൻ പോകുന്നത്, ഇതിന് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിനെതിരാണ് ഞങ്ങളുടെ സമരം. ടീച്ചറെ, ഇത് നമ്മുടെ ഫാമിലിയിലെ വെഡിങ് ഫെസ്റ്റിവൽ ആണ്. നമ്മുടെ ഫാമിലിയിലെ കല്യാണം. ഫാമിലിയിൽ കല്യാണമാണ്. ഗംഭീരമായ കളക്ഷനോടെ കല്യാണത്തിനൊരുങ്ങി ഫാമിലി വെഡിങ് സെന്റർ. അപ്പോ ടീച്ചർ കുടുംബസമേതം വരണം. ഓ ആയിക്കോട്ടെ. ഫാമിലി വെഡിങ് സെന്റർ.